എല്ലാവർക്കും നമസ്കാരം. പൃഥ്വിരാജിന്റെ ഖലീഫ, വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ ഏതാണ്ട് ഒരു വർഷത്തെ പ്രതീക്ഷകൾ തന്നതിന് ശേഷം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഓണച്ചിത്രമായിട്ട് റിലീസായിരിക്കുകയാണ്. അപ്പോൾ വൈശാഖ് എന്ന സംവിധായകൻ ആക്ഷൻ സിനിമകളുടെ, ഏതാണ്ട് മലയാളത്തിലെ ആക്ഷൻ ത്രില്ലറുകളുടെ മിടുമിടുക്കനായ ഒരു ഡയറക്ടർ വൈശാഖ് പൃഥ്വിരാജിനെ പോലെ ഒരു നടനെ, പ്രൊഡക്ഷനിലൊന്നും ഒട്ടും കോംപ്രമൈസ് വരുത്താത്ത പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു സംവിധായകനും ഡയറക്ടറുമായിട്ടുള്ള ഒരു വ്യക്തിയെ വെച്ച് ഇങ്ങനെ ഗ്രാൻഡ് ബഡ്ജറ്റിൽ ഒരു സിനിമ ഇറക്കണമെങ്കിൽ അത് എത്രത്തോളം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായും കാണണം. ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ വന്നത്. റീസെന്റ് വന്ന ട്രെയിലർ പോലും അത്യുഗ്രനായിരുന്നു. അങ്ങനെ ഇന്ന് കണ്ടു ഖലീഫ. സത്യം പറയട്ടെ, പ്രതീക്ഷിച്ചതിന്റെ പകുതി പോലും ഗുണമില്ലാത്ത രീതിയിൽ ചുരുങ്ങിപ്പോയി ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. എന്ത് പറ്റി എന്നറിയില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. വൈശാഖ് എന്നുള്ള ഒരു സംവിധായകൻ എങ്ങനെ സിനിമ ചെയ്താലും അത് മിനിമം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ ആയിരിക്കുമെന്ന് ഇതുവരെ എല്ലാ സിനിമയിലും തെളിയിച്ച ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. പക്ഷെ ഇവിടെ മാത്രം പതറിപ്പോയി എന്ന് തന്നെ ധൈര്യമായി പറയാം. ഒരിക്കലും ഒരു വൈശാഖ് സിനിമയായി എനിക്ക് തോന്നിയില്ല. ആക്ഷൻ സിനിമകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതും വൈശാഖിന്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈല്, ആക്ഷന്റെ മേക്കിംഗ് സ്റ്റൈല് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റും. പക്ഷെ ഈ സിനിമ ശരിക്കും വൈശാഖ് പൃഥ്വിരാജിനെ വെച്ചല്ല ചെയ്തത്, പൃഥ്വിരാജ് വൈശാഖിനെ വെച്ചാണ് ചെയ്തത് എന്ന് തോന്നിപ്പോവും. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ വൈശാഖ് എടുത്തതാണോ അതോ വൈശാഖ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് ചെയ്തതാണോ ഒന്നും അറിയില്ല. ഈ സിനിമ മൊത്തത്തിൽ ഒട്ടും തൃപ്തി തരാത്ത രീതിയിൽ ഉള്ള ഒരു മടുപ്പുളവാക്കുന്ന ഒരു ബിലോ ആവറേജ് നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സിനിമയായി ചുരുങ്ങി എന്നത് ശരിക്കും വിഷമം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ സിനിമ. ശരിക്കും മടുപ്പുളവാക്കും. പകുതി കഴിഞ്ഞാൽ തന്നെ സിനിമ ഏതാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ വീട്ടിലേക്ക് പോകാം എന്ന് തോന്നിപ്പോയ ഒരു അനുഭവം. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോ എന്താണ് പ്രധാന പ്രശ്നമായി തോന്നിയത്, കണ്ട് മടുപ്പ് തോന്നിയത് പൃഥ്വിരാജിന്റെ ഓവർ ഷോ ഓഫ് തന്നെയാണ്. പൃഥ്വിരാജിനെ നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ ഏതാണ്ട് കുറെ നാൾ മുമ്പ് കണ്ടതാണ്. നമ്മളെ അമർ അക്ബർ അന്തോണിയിലെ പൃഥ്വിരാജ് ഉണ്ട്. പിന്നെ മറ്റ് ചില ആക്ഷൻ സിനിമകളിൽ പൃഥ്വിരാജിന്റെ അസ്ഥിരം ബിൽഡപ്പ്. തൊട്ട് മുമ്പേ വന്ന ഐ നോബഡി എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ ഈ ബിൽഡപ്പ് ഒക്കെ ഒന്ന് മാറി ഏതാണ്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത്, ഞാനത് റിവ്യൂലും പറഞ്ഞിരുന്നു. നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ വന്ന പൃഥ്വിരാജിനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതിൽ വീണ്ടും പഴയപടി തന്നെയാണ്. എന്തിനാണ് ഇദ്ദേഹം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും മാസ് അപ്പീൽ കൊടുത്തുകൊണ്ട് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന ഈ പൃഥ്വിരാജിനെ കണ്ട് മടുക്കുന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ മടുപ്പുളവാക്കുന്ന അനുഭവം. പിന്നെ ജിനു എബ്രഹാമിന്റെ തിരക്കഥ, സംഭാഷണം എല്ലാം വളരെ വളരെ മോശമാണ്. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക് ഒന്നും പറയണ്ട. കേട്ട് മടുപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ അരോചകമായിട്ട് തോന്നുന്ന രീതിയിൽ ഒരേ പാറ്റേണിൽ മൂവ് ചെയ്യുന്ന ഈ ജും ഇടി മാത്രമുള്ള ഒരു തരം BGM ആണ്. കേട്ട് ശരിക്കും മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു BGM ഒട്ടും മികച്ചതായിട്ട് തോന്നിയില്ല. ഇത് മൂന്നും വളരെ മോശം. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇനി വൈശാഖിന്റെ സംവിധാനം. അപ്പോ വൈശാഖ് അല്ലേ എടുത്തത്, എന്തെങ്കിലും ഉണ്ടാകില്ലേ, ആക്ഷൻ ഉണ്ടാകില്ലേ? ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ആക്ഷൻ ആണ്. പക്ഷേ അതും വളരെ വളരെ മോശം. വൈശാഖിന്റെ ഏറ്റവും മോശം സ്റ്റണ്ട് സീനുകളുള്ള സിനിമയാണ് ഇത് എന്ന് എനിക്ക് തോന്നി. കാരണം ട്രെയിലറിൽ കണ്ട ഷോട്ടുകൾ പോലും ഈ സിനിമയിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സിനിമയിൽ തിയേറ്റർ സ്ക്രീനിൽ കാണാൻ നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു പെർഫെക്ഷൻ പോലും ഉണ്ടെന്ന് തോന്നിയില്ല. അതിലെ പല ഷോട്ടുകളും ഞാൻ ശ്രദ്ധിച്ചതാണ്, എന്നിട്ട് പോലും തോന്നിയില്ല. ഈവൻ കാർ ചേസും ആക്ഷൻ സീൻസും ഒക്കെ എടുത്ത് കുളമാക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ വളരെ മോശമാണ്. സിനിമാറ്റോഗ്രാഫി നല്ല മോശമാണ്. നമ്മുടെ ജോമോൻ ടി ജോൺ, കിടിലമായിട്ടുള്ള ജോമോൻ ടി ജോൺ ആണ് ക്യാമറ. അത് പോലും വളരെ മോശം. ആരാണ് ഇതിൽ ഇടപെട്ട് കുളമാക്കിയതെന്ന് അറിയില്ല. വൈശാഖിന്റെ സിനിമയായിട്ട് തോന്നിയില്ല, പൃഥ്വിരാജിന്റെ മാത്രം സിനിമയായിട്ട് തോന്നുന്നു. പൃഥ്വിരാജിന്റെ ഷോ ഓഫ് കണ്ട് ശരിക്കും ഒരു പൃഥ്വിരാജ് ഫാൻ ആണെങ്കിൽ ധൈര്യമായിട്ട് കാണാം. പൃഥ്വിരാജിനെ കണ്ട് മതിയാകുന്ന രീതിയിലുള്ള ഒരു അനുഭവം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു ആക്ഷൻ സിനിമ, ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലർ, ഇത്തിരി ഫാമിലി കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട്, ആവശ്യത്തിലധികം കയറ്റിയിട്ടുണ്ട്. എല്ലാം ക്ലീഷയാണ്. കണ്ട് മടുത്തതല്ലാതെ ഒരു സീന് പോലും ആ സിനിമയ്ക്കകത്തില്ല.
ഒരു സീനിന് പോലും പുതുമ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആളുകളുടെ അഭിനയമെല്ലാം ആവറേജ് അഭിനയമാണ്. ഈവൻ ഷമ്മി തിലകൻ പോലും ഒട്ടും ഇംപ്രസീവ് ആയിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയില്ല. ആരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലം പെർഫോമൻസ് എന്ന് പറയാൻ ആരും കാഴ്ചവെച്ചിട്ടില്ല. അങ്ങനെ മികച്ചത് എന്ന് പറയാൻ എനിക്ക് ഒന്നും തോന്നിയില്ല. ഈവൻ ഷോട്ടുകൾ പോലും പ്ലേസ് ചെയ്തിരിക്കുന്നത് മോശമായിട്ട് തോന്നി. ആക്ഷൻ സീനൊക്കെ കോറിയോഗ്രാഫി സിനിമാറ്റോഗ്രാഫിയിൽ വളരെ മോശമാക്കി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീനൊന്നും ഒട്ടും ഇംപ്രസീവ് അല്ല. രോമാഞ്ചം തരുന്ന ഒരൊറ്റ രീതിയിൽ വൈശാഖിന്റെ ആക്ഷൻ സീൻസ് ആണ് എപ്പോഴും ഹൈലൈറ്റ്. പക്ഷെ ഇതിൽ അതും താഴോട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവറേജ്, ഞാൻ സിനിമയുടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്സ് നോക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കിയാൽ പോലും ഒരു ആവറേജിനപ്പുറം ഈ സിനിമ നിൽക്കില്ല. ഏറ്റവും വലിയ പ്രശ്നം മടുപ്പ് തോന്നും. കണ്ട് നമ്മൾ പിന്നെ സ്മഗ്ലിങ്ങും ഗോൾഡും ഒക്കെയാണ് ഇതിലെ വിഷയം. നമ്മൾ സാഗറയിലെ അഷിയാക്കിയെയും വളയാർ പരമശിവത്തിനെയൊക്കെ കണ്ട് കോരിത്തരിച്ച നമ്മൾ ഒരിക്കലും ഈ സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഒരു ഇംപ്രഷൻ നമുക്ക് തോന്നില്ല. പൃഥ്വിരാജിന്റെ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം വൈശാഖിനെ വച്ച് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി ഈ സിനിമ. ഓക്കെ, ബൈ.